അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്നേഹബഹുമാനങ്ങൾ നിറഞ്ഞവരെ, പ്രവാചകൻ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാതാവ് മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ചുകൊണ്ടാണ് ഇതുവരെ നാം പറഞ്ഞത്. എന്നാൽ പരിശുദ്ധ പ്രവാചകരായി അദ്ദേഹത്തെ അള്ളാഹു നിയോഗിച്ചല്ലോ, ഈസ നബി അലൈഹി സ്വലാമിനെ. അദ്ദേഹം തൻ്റെ മതപ്രബോധനം ആരംഭിച്ചു. പ്രബോധനം നല്ല രൂപത്തിൽ നടത്താൻ അള്ളാഹു പല അമാനുഷിക കഴിവുകളും ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹി സ്വലാമിനിക്ക് നൽകി. മരണപ്പെട്ടവരെ ഹയാത്താക്കുക, അന്ധത സുഖപ്പെടുത്തുക, വെള്ളപ്പാണ്ട് ഭേദമാക്കുക, ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് അള്ളാഹു തല കൊടുത്തിരുന്നു. എന്നാൽ അദ്ദേഹത്തോടൊപ്പം കൂടിയ ദുഷ്ടനായ ഒരു സഹയാത്രികൻ്റെ കഥയാണ് ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ ഒരു ജൂതൻ യാത്രയ്ക്ക് പുറപ്പെടുകയാണ്. രണ്ടുപേരും യാത്ര ആരംഭിച്ചു. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ 3 റൊട്ടിയാണുള്ളത്. ഒരു റൊട്ടി ഈസ നബി അലൈഹി സ്വലാം ഭക്ഷിച്ചു, മറ്റൊന്ന് തൻ്റെ സഹയാത്രികന് കൊടുത്തു. ഒന്നവിടെ വെച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള നദിയിലേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഈസ നബി അലൈഹി സ്വലാം ഇറങ്ങിപ്പോയി. തിരിച്ചു വന്നപ്പോഴേക്കും 3ാമത്തെ റൊട്ടി കാണാനില്ല. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്നേഹത്തോടെ ചോദിച്ചു, അല്ല കൂട്ടുകാരാ, നമ്മുടെ 3ാമത്തെ റൊട്ടി ആരാണ് എടുത്തത്? അവൻ ഒന്നും അറിയാത്തവനെ പോലെ പറഞ്ഞു, നബിയെ, എനിക്കറിയുകയില്ല. സത്യത്തിൽ ആ റൊട്ടി തൻ്റെ കൂട്ടുകാരനാണ് ഭക്ഷിച്ചതെന്ന് ബഹുമാനപ്പെട്ടവർക്കറിയാം. പക്ഷേ ഈസ നബിയോട് അവൻ കളവ് പറഞ്ഞു. അവനെക്കൊണ്ട് തന്നെ സത്യം പറയിപ്പിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കാതെ അവരുടെ മുമ്പിലുള്ള ആ നദിയിലൂടെ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ കൂട്ടുകാരൻ്റെ കൈയും പിടിച്ചുകൊണ്ട് വെള്ളത്തിൻ്റെ മുകളിലൂടെ സഞ്ചരിച്ച് അക്കരയ്ക്കെത്തി. ഈ അത്ഭുതം കാണിച്ചു കൊടുത്തിട്ട് അദ്ദേഹം ചോദിച്ചു, അല്ല, നമ്മുടെ 3ാമത്തെ റൊട്ടി ആരാണ് ഭക്ഷിച്ചത്? അവൻ പറഞ്ഞു, എനിക്കറിയുകയില്ല. ഓക്കെ. ഈസ നബി അലൈഹി സ്വലാം അവൻ്റെ കൈയും പിടിച്ച്, അതല്ലെങ്കിൽ അവൻ്റെ കൂടെ പോവുകയാണ്. ഈസ നബിൻ്റെ കൂടെ ആ യാത്രക്കാരൻ സഹയാത്രികൻ പോയി. അങ്ങനെ അവർ രണ്ടുപേരും എത്തിപ്പെട്ടതൊരു കാട്ടിലൂടെയാണ് യാത്ര. അവർക്ക് വിശപ്പ് അനുഭവപ്പെട്ടു. ഈ സമയത്ത് ഈസ നബി അലൈഹി സ്വലാം തൻ്റെ മുമ്പിലൂടെ നടന്നു പോകുന്ന ഒരു മാൻപേട, അതിൽ നിന്നും ഒരു മാൻകുട്ടിയെ ഈസ നബി വിളിച്ചു. അനുസരണയോടുകൂടെ ഈസ നബിൻ്റെ മുമ്പിലേക്ക് വന്നു. ആ മാനിനെ ഈസ നബി അലൈഹി സ്വലാം അറുത്ത് ഭക്ഷണമാക്കി രണ്ടുപേരും ഭക്ഷണം കഴിച്ചു. ശേഷം ഈസ നബി അലൈഹി സ്വലാം ആ മാനിൻ്റെ എല്ലുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് അതിനോട് പറഞ്ഞു, കുൻബി ഇതിനില്ല, അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരം നീ എണീക്കുക. ആ മാൻ പഴയ രൂപത്തിലായി എല്ലുകളൊക്കെ ഒരുമിച്ചുകൂടി ഒരു മാനായി രൂപാന്തരപ്പെട്ട് അത് തൻ്റെ കൂട്ടുകാരോടൊപ്പം ഓടി ചാടി നടക്കാൻ തുടങ്ങി. ഈ അത്ഭുതം കാണിച്ചിട്ട് ഈസ നബി ചോദിച്ചു, അല്ല, നമ്മുടെ 3ാമത്തെ റൊട്ടി ആരാ എടുത്തത്? അവൻ പറഞ്ഞു, എനിക്കറിയില്ല നബിയെ. നമുക്ക് പോകാം. രണ്ടുപേരും യാത്ര ആരംഭിച്ചു. അങ്ങനെ വിജനമായിരിക്കുന്ന മരുഭൂമിയിലൂടെ രണ്ടുപേരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 3 മണൽ കൂമ്പാരങ്ങൾ കൂട്ടുകയാണ്. എന്നിട്ട് 3 സ്വർണമാകാൻ ആവശ്യപ്പെടുന്നു. ആ 3 മണൽ കൂനകളും സ്വർണമായി മാറുകയാണ്. ഈസ നബി അലൈഹി സ്വലാം തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ഒരു സ്വർണത്തിൻ്റെ കൂമ്പാരം എനിക്ക്, ഒന്ന് നിനക്ക്, മറ്റൊന്ന് നമ്മുടെ റൊട്ടി മോഷ്ടിച്ചവനും. ആ സമയത്ത് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈസ നബിയെ, 3ാമത്തെ റൊട്ടി എടുത്തത് ഞാനാണ്. ഈ സമയത്ത് ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, അൽഹംദുലില്ലാ, നീ സത്യം പറഞ്ഞല്ലോ. അതുകൊണ്ട് എൻ്റെ ആവശ്യം അതായിരുന്നു, നിന്നെക്കൊണ്ട് സത്യം പറയിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ ഈ സ്വർണ്ണക്കൂമ്പാരം നീ എടുത്തോ, അതുകൊണ്ട് 3 സ്വർണ്ണക്കൂമ്പാരം നിനക്കാണ് എന്ന് പറഞ്ഞ്, ഇനി നമ്മൾ രണ്ടുപേരും ഇവിടെ വെച്ചുകൊണ്ട് നമുക്ക് പിരിഞ്ഞു പോകാമെന്ന് പറഞ്ഞ് ഈസ നബി അലൈഹി സ്വലാം തൻ്റെ സഹയാത്രികനെ പിരിഞ്ഞുകൊണ്ട് ഈസ നബി അലൈഹി സ്വലാം പോവുകയാണ്. ഈ
മനുഷ്യൻ ഈ 3 സ്വർണ്ണ കൂമ്പാരങ്ങൾ എങ്ങനെയാണ് എടുത്തു കൊണ്ടുപോകുക? മറ്റൊരുത്തൻ്റെ സഹായമില്ലാതെ ഇതൊരിക്കലും നടക്കൂല. ഈ സമയത്താണ് 2 ആളുകൾ ആ ഭാഗത്തേയുള്ളിൽ നടന്നു വരികയാണ്. അവരെ കണ്ടപ്പോൾ സംഗതിയല്ല അവരോട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 3 പേർക്കും ഈ സ്വർണം വീതിച്ചെടുക്കാം. ഈ ജൂതന് മനസ്സിന് വല്ല റാത്തൊന്നുമില്ല, എന്നിരുന്നാലും നമുക്ക് വീതിച്ചെടുക്കാമെന്ന് പറഞ്ഞു. ഏതായാലും അവർ ആ കൂട്ടത്തിൽ 2 ആളുകൾ പറഞ്ഞു, ഒരാൾ ഭക്ഷണത്തിന് പോയി കുറച്ച് ഭക്ഷണം കൊണ്ടുവരും, ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, റാഹത്തായിട്ട് സ്വർണ്ണക്കൂമ്പാരം ഓഹരി വെക്കാം. അങ്ങനെ ഒരാൾ ഭക്ഷണത്തിന് പോവുകയാണ്. പോകുന്ന ആളെ മനസ്സിൽ എന്താണ് ചിന്ത എന്നറിയുമോ? കൊണ്ടുവരുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തി അവർ 2 പേരെയും കൊലപ്പെടുത്തി ആ സ്വർണ്ണക്കൂമ്പാരം എനിക്ക് സ്വന്തമാക്കാം. എന്നാൽ അവിടെ ഇരിക്കുന്ന ആ സ്വർണത്തിൻ്റെ അടുക്കൽ കാവലിരിക്കുന്ന രണ്ട് മനുഷ്യന്മാർ വിചാരിച്ചെന്തേ, ഭക്ഷണവുമായി അവൻ വരുമ്പോൾ അവനെ കുത്തിക്കൊലപ്പെടുത്തുക, അവനെ കൊലപ്പെടുത്തിയിട്ട് നമുക്ക് 2 പേർക്കും സ്വർണ്ണക്കൂമ്പാരങ്ങൾ എടുക്കാം. ഇങ്ങനെ ആ തീരുമാനത്തിൽ അവരെത്തി. ഭക്ഷണത്തിന് പോയ ആള് അവർ കൊണ്ടുവരുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തി. അങ്ങനെ ആ ഭക്ഷണവുമായി വരുന്ന സമയം ആ 2 മനുഷ്യന്മാർ കൂടി ഭക്ഷണം കൊണ്ടുവന്ന ആളെ കുത്തിമലർത്തി അവിടെ വീഴ്ത്തി. അങ്ങനെ അയാൾ മരിച്ചു കിടക്കുന്നു. അങ്ങനെ മരിച്ചു കിടന്നപ്പോൾ ഇവർ വിചാരിച്ചെന്ന്, നമുക്ക് 2 പേർക്കും സ്വർണ്ണക്കൂമ്പാരങ്ങൾ എടുക്കാം, നമുക്ക് 2 പേർക്കും പകുതിയാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, നമുക്ക് സ്വർണം കൊണ്ടുപോകുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ചിട്ട് റാഹത്തായി കൊണ്ടുപോകാം. അങ്ങനെ ആ 2 പേരും അവൻ കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കുകയാണ്. വിഷം കലർത്തിയ ആ ഭക്ഷണം തിന്ന് 2 പേരും ലോകത്തോടെ വിട പറഞ്ഞു. മഹാനായിരിക്കുന്ന ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു വന്നപ്പോൾ കണ്ട എന്താണ്? ആ സ്വർണ്ണക്കൂമ്പാരങ്ങൾ അടുക്കൽ 3 മനുഷ്യന്മാർ മരിച്ചു കിടക്കുന്നത്. അതല്ലേ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്മാർക്ക് ആർക്കാണ് ധനത്തിനുള്ള ആർത്തി തീർന്നിരിക്കുന്നത്? ആദമിൻ്റെ ഹബീബായ